My dear friends, good evening. എല്ലാവർക്കും എന്തൊരു സന്തോഷക്കുറവ്? Come on, once more. ഒരു കൂക്കി കൂടി. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ സൂര്യൻ ഒരു ഭാഗത്ത് ഇങ്ങനെ താന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ന്യൂക്കോർ ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സത്യമാണ് പറഞ്ഞത്. കാരണം ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയണ്ടാവില്ല, ഇത് ബാക്കിയുള്ള ഗസ്റ്റിന് അറിയണ്ടാവില്ല ന്യൂക്കോർ എങ്ങനെ. ഇപ്പം ഓഫ് കോഴ്സ് TBI എന്ന് വന്ന ആൾക്കാർക്ക് അറിയാണ്ടിരിക്കുമല്ലോ ഒരിക്കലും. ഞാൻ 2006 സുഹൈലും നിയാസുമാണ് എൻ്റെ ഓഫീസിലേക്ക് ഫസ്റ്റ് വന്നത്. എന്തിനാന്ന് പറഞ്ഞാൽ മാവൂർ റോഡിലെ ഓഫീസിലേക്ക് അവരെൻ്റെ ഓഫീസ് കാണാൻ വന്നതാണ്. കാരണം ദി ആർ പ്ലാനിങ് ടു മൂവ് ടു സം ബിഗർ സ്പേസ്, അല്ലെങ്കിൽ അവരെ ഓഫീസ് ഒന്ന് ഇൻറ്റീരിയർ ചെയ്യണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് ഓഫീസുകളൊക്കെ കണ്ടിട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റത്തെ ഹാൻഡ് ഷേക്കിങ് അല്ലേ. അന്ന് മുതൽ വളരെ രസകരമായിട്ടുള്ള ഈ വളർച്ച ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങളെ ശരിക്കുള്ള വളർച്ച വിറ്റ്നസ് ചെയ്ത് സാക്ഷിത്വം വഹിച്ച ഒരാളാണ് ഇപ്പോഴും. ഇപ്പോൾ നമ്മൾ ഒരു കാഫിൻ്റെ ഒരുപാട് പ്രോഗ്രാമിൽ പല ഇൻട്രാക്ഷൻസും പല പ്രശ്നങ്ങളും, ഇപ്പോൾ ന്യൂക്കോർ അതിൽ വളരെയധികം ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ന്യൂക്കോറിന് നമ്മൾ കാഫിറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് വളരുക എന്നുള്ളൊരു തിയറിയാണ്. ഓരോ കമ്പനീൻ്റെ പ്രശ്നങ്ങൾ അതിൽ സംസാരിച്ച് നമ്മൾ ഒരുമിച്ച് ഒരു ബോർഡ് മെമ്പേഴ്സിനെ പോലെ, ഒരു കമ്പനീൻ്റെ ബോർഡ് മെമ്പേഴ്സിനെ പോലെ. അപ്പം ന്യൂക്കോർ ആക്റ്റീവായിരുന്നു. കാരണം എന്താ പറഞ്ഞാൽ ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതേ പ്രശ്നങ്ങൾ തന്നെയാണ് ബാക്കിയുള്ള കമ്പനീസും ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം ന്യൂക്കോറിൻ്റെ ഞാൻ പറഞ്ഞല്ലോ അന്നത്തെ വളർച്ച, അന്നത്തെ സ്റ്റേജ്, അത് കഴിഞ്ഞ് പിന്നെ നേരെ പോകുന്നത് ബിസിനസ് പാർക്കിലേക്ക്. ബിസിനസ് പാർക്കിലുള്ള ഓഫീസ് കണ്ട് ശരിക്കും ഞാൻ ഞെട്ടി. കാരണം എന്താ പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ അന്ന് അവർ ഞെട്ടി എൻ്റെ ഓഫീസ് കണ്ടിട്ട്. കാരണം അന്ന് TBIയിലുള്ള സമയത്ത് അവരുടെ ഓഫീസ് അത്ര ഒന്നുമില്ല. അപ്പം പിന്നെ ഞാൻ ന്യൂക്കോറിൻ്റെ ഓഫീസ് അവിടെ പോയി കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. ഞാൻ വിചാരിച്ച് വിട്ടാൽ ശരിയാവില്ലല്ലോ. അങ്ങനെ ഞാൻ ചെയ്ത് UL സാഹിബ് പാർക്കിലേക്ക് മൂവ് ചെയ്ത് ഇവരുണ്ട് പിന്നാലെ വന്നിട്ടുണ്ട് വലിയൊരു ഓഫീസ് എടുത്തുകൊണ്ട്. ഇങ്ങനെ നമ്മൾ കോമ്പറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കാഫിറ്റ് കമ്പനീൻ്റെ ഗ്രോത്ത്. നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റ് ചെയ്യും, നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അപ്പം ഇത് അസൂയവഹമായിട്ടുള്ള ഒരു വളർച്ച, ന്യൂക്കോറിൻ്റെ ഈ വളർച്ച, അതിന് കാരണം മറ്റൊന്നല്ല, പെയിൻ എടുക്കാൻ തയ്യാറായിട്ടുള്ള യങ്സ്റ്റേഴ്സ്, അന്ന് MCA ചെയ്തുകൊണ്ടിരിക്കുന്ന അവരെ അധ്യാപകനിൽ നിന്നും ഊർജം പകർന്ന് അവരെടുത്ത ആ റിസ്ക്കാണ് നിങ്ങൾ അലൂമിനിയം അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുത്തത്. ഇപ്പം നമ്മളെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമ്മളൊരു കാര്യത്തിൽ കൈവെക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ബാക്കോട്ട് വലിക്കും. അപ്പോൾ ഇവരും ഫേസ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഫാമിലിയാണ് ഫസ്റ്റ് വലിക്കുക. അപ്പം ആ പെയിൻ ഉണ്ടല്ലോ, ആ പെയിനെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ അത്ര ഈസി ഒന്നുമല്ല. അതുപോലെ കമ്മിറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ്. ഇപ്പോൾ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. നമ്മൾ ഡയറക്ടേഴ്സായിട്ട് അല്ലെങ്കിൽ ഓൺടർപ്രീനേഴ്സായിട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നു. പക്ഷേ വിശ്വസ്തരായിട്ടുള്ള എംപ്ലോയീസ്, സുഹൈൽ പറഞ്ഞ പോലെ ആദ്യകാലങ്ങളിലുള്ള എംപ്ലോയീസ്, ഞാനും എപ്പോഴും ആലോചിക്കാറുണ്ട്. ഇതിൻ്റെ ഫസ്റ്റത്തെ പെയിൻ എടുക്കുമ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എംപ്ലോയീസ്, ഇവരെവിടെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സന്തോഷം തോന്നി. അവരിപ്പോഴും ആ ന്യൂക്കോറിനെ ബഹുമാനിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. അവർ ഡയറക്ടേഴ്സിനെ അത്യധികം സ്നേഹിക്കുന്നുണ്ട്, കമ്പനീനെ അത്യധികം സ്നേഹിക്കുന്നുണ്ട്. അവർ ഓരോ വാക്കുകളും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പ്രസൻറ്റ് എംപ്ലോയീസിനുള്ള ഒരു തോട്ടാണ്. നമ്മൾ എംപ്ലോയീസ് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവണം. സാധാരണ രീതിയിൽ എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ നമ്മൾ കൈ പൊക്കുന്ന മുമ്പ് പല ആളുകളെ നോക്കുക. പക്ഷേ നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഹൃദയത്തിലേക്ക് നോക്കുക. കാരണം ഈ ടാസ്ക് എടുക്കുമ്പോഴായിരിക്കും നമ്മൾ അടുത്ത കോൾ ലീഡർഷിപ്പിലേക്ക് പൊന്തിക്കാൻ പറ്റുന്ന അടുത്ത കോളിലേക്ക് വരാം. അപ്പോൾ ഒരു ജേണീൻ്റെ ഭാഗമാണ് നിങ്ങളും. കോഴിക്കോടിൻ്റെ സൂര്യനായി മാറാൻ പോകുന്ന ന്യൂക്കോറിൻ്റെ പാർട്ടാണ്. അപ്പോൾ നിങ്ങളെ വാല്യൂബിൾ ആയിട്ടുള്ള ടൈമും നിങ്ങളെ സ്കിൽസുമാണ് ന്യൂക്കോറിനും അതുപോലുള്ള എല്ലാ കമ്പനീസിനും ആവശ്യം. ഐ വിഷ് ഓൾ ദ ബെസ്റ്റ്. ന്യൂക്കോർ ഇനിയും പൊന്തട്ടെ, ഇനിയും പറന്നുകൊണ്ടിരിക്കട്ടെ. നിങ്ങൾ ഡയറക്ടർ പറഞ്ഞ ഒരു ലാൻഡഡ് ആണ്, ബട്ട് ടേക്കിംഗ് ഓഫ് ടു അനദർ മൈൽസ്റ്റോൺ. ഓൾ ദ ബെസ്റ്റ്.